ശ്രീ ഗോപിനാഥ് മുതുകാട് വളരെയേറെ നൂതന ആശയങ്ങൾ തൻ്റെ പ്രത്യേക കഴിവിലൂടെ ഒരു മജീഷ്യനായ അദ്ദേഹം തൻ്റെ ആ കലയുടെ പശ്ചാത്തലത്തിൽ വളരെയേറെ പുതിയ പരിപാടികൾ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സമൂഹമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഏറ്റെടുത്ത് നടത്തേണ്ടത്. അതിന് പ്രചോദനം നൽകത്തക്ക വിധത്തിലുള്ള വളരെ സൃഷ്ടിപരമായ പരിപാടി ഷീ എന്ന പരിപാടി, അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഗോപിനാഥിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമുക്കറിയാം, മാജിക്കിനെ കേവലമായ ആനന്ദത്തിന് മാത്രമായി ഉപയോഗിക്കുന്നയാളല്ല ശ്രീ മുതുകാട്. മാജിക്കിനെ എങ്ങനെ സാമൂഹ്യ ജീവിതത്തിലെ കാലുഷ്യങ്ങൾ കഴുകിക്കളയാനായി ഉപയോഗിക്കാമെന്ന സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ള കലാകാരനാണ് മുതുകാട്. നിരവധി പ്രസംഗങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നിമിഷങ്ങളുടെ മാജിക്കിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായി ശാസ്ത്രവും കവിതയും സാമൂഹ്യ വിഷയങ്ങളുമൊക്കെ അദ്ദേഹം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താറുണ്ട്. വർഗീയതയ്ക്കെതിരെ മതസൗഹാർദ്ദത്തിനു വേണ്ടിയും രാജ്യരക്ഷയുടെ സന്ദേശം ഉയർത്തിയുമെല്ലാം മുൻകാലങ്ങളിൽ രാജ്യത്തുടനീളം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം തുടർച്ചയാണ് അദ്ദേഹം സ്ത്രീ സുരക്ഷയെയും സ്ത്രീ ശാക്തീകരണത്തെയും സ്ത്രീ പദവിയുടെ സന്ദേശം ഉയർത്തി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സ്ത്രീയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നമ്മുടെ യത്നങ്ങൾക്ക് കൂടുതൽ ഊർജവും ഉന്മേഷവും പകരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് പിന്നിലെ ഗോപിനാഥ് മുതുകാടിൻ്റെ ഇന്ദ്രജാല വിസ്മയത്തിന് അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒരു ജാലവിദ്യക്കാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ധർമ്മം എൻ്റെ കലയുമായി ബന്ധപ്പെടുത്തി ഇതിനെ എങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ചോദ്യമാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു സന്ദേശം. ഷീ എന്ന പരിപാടി പെൺകുട്ടികൾക്കുള്ള, സ്ത്രീജനങ്ങൾക്കുള്ള, അമ്മമാർക്കുള്ള, സഹോദരിമാർക്കുള്ള, ഭാര്യമാർക്കുള്ള, കുഞ്ഞുങ്ങൾക്കുള്ള സെക്യൂരിറ്റി, ഓണർ, എംപവർ എന്ന അടിസ്ഥാനത്തിലാണ് ഷീ എന്നൊരു പേര് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായ ഗോപിനാഥ് മുതുകാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മജീഷ്യനാണ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉയർന്നു വരുന്ന അതിക്രമങ്ങൾ തടയുവാനും അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് മാജിക്. സമൂഹത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ശരിയായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഗോപിനാഥ് മുതുകാടിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഇന്ത്യയിൽ തന്നെ നമ്മൾ ദിനം പ്രതി വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നമ്മളെ അങ്ങേയറ്റം വ്യാകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. നമ്മൾ പല രീതിയിലുള്ള പരിശ്രമങ്ങളും നടത്തുന്നു, എന്നിട്ടും ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്ര സൃഷ്ടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇനി ജനങ്ങളിൽ പതിയുന്ന രീതിയിൽ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ എല്ലാ സമയങ്ങളിലും സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരിടമാക്കി മാറ്റുന്നതിന് എല്ലാ പരിശ്രമങ്ങളും നടത്തും എന്ന് പറയുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ മനുഷ്യരുടെ മനസ്സിൻ്റെ ഒരു മാറ്റം വരുത്താൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇനി മാജിക്കിലൂടെ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. പോലീസിന് സാധിക്കുമോ, കോടതിക്ക് സാധിക്കുമോ, മാധ്യമങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു. സാഹിത്യത്തിലൂടെയുള്ള പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി മുതുകാടിന് മാജിക്കിലൂടെ നമ്മുടെ നാട്ടുകാർക്കൊരു മനസ്സിൻ്റെ മാറ്റം വരുത്താൻ നോക്കുമെങ്കിൽ അത് നല്ല കാര്യമാണ്. വളരെ ആഹ്ലാദം തോന്നുന്ന ഒരു സന്ദർഭമാണിത്. ഞാൻ എഴുതാനിടവന്ന ഒരു കവിത കേരളത്തിലെ ഏറ്റവും മുതിർന്ന മജീഷ്യന്മാരിലൊരാളായ ശ്രീ മുതുകാട് ഗോപിനാഥ് കണ്ടെത്തുകയും അതിൻ്റെ അർത്ഥം തിരിച്ചറിയുകയും അത് കൂടുതൽ വിപുലമായ ജനസമൂഹങ്ങളിൽ എത്തിക്കണം എന്ന് തീരുമാനിക്കുകയും
ശ്രീ പ്രമോദിൻ്റെയും സംഘത്തിൻ്റെയും സഹായത്തോടെ അത് അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. അമ്മ മലയാളത്തിൻ്റെ ആദ്യാക്ഷരം, അറിവിലേക്കുള്ള ആരംഭത്തിൻ്റെ പ്രഥമാക്ഷരം, നമ്മുടെയൊക്കെ ജീവനും ജീവിതത്തിനും ആധാരമായ ആദിമവും അനന്തവുമായ മാധുര്യമുണ്ട് അമ്മ എന്ന സ്നേഹസ്വരൂപത്തിന്. ജാതി മത വർഗ ചിന്തകൾക്കപ്പുറം ലോകജനത മുഴുവൻ ഒരമ്മയുടെ പൊക്കിൽ കൊടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന വിശ്വവിഖ്യാത സാഹിത്യകാരൻ്റെ സൂഫി ദർശനം നമുക്കിവിടെ ഓർമ്മിക്കാം. സഹനത്തിൻ്റെയും സ്നേഹത്തണലിൻ്റെയും പര്യായമാണ് ഓരോ അമ്മമാരും. തലമുറകളെ നിലനിർത്തുന്ന സ്ത്രീയുടെ യഥാർത്ഥ ഭാവമാണത്. അനുജത്തിയായും അമ്മയായും അമ്മൂമ്മയായും പല ഭാവങ്ങളിൽ സ്ത്രീ സമൂഹത്തിൻ്റെ നിതാന്ത സത്യമായി നിലകൊള്ളുന്നു. പക്ഷേ ഇന്നും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തെക്കുറിച്ച് നമ്മളൊരു വാർത്ത വായിച്ചു. നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാടുകളിൽ ഇത്തരം ദയാരാഹിത്യങ്ങൾ തിമർത്താടുമ്പോൾ മനസ്സ് പിടയുന്നില്ലേ? കേരളത്തിലായാലും കൽക്കത്തയിലായാലും പഞ്ചാബിലായാലും ഡൽഹിയിലായാലും ബോംബെയിലായാലും അമ്മമാരും പെൺകുഞ്ഞുങ്ങളും ഒരുപോലെയല്ലേ? പ്രതികരിക്കാൻ മറന്നുപോകുന്ന നമ്മളും കുറ്റക്കാരല്ലേ? അതെ, മറ്റുള്ളവൻ്റെ നോവുകൾ മനസ്സിലാകാത്ത മൗനം തെറ്റാണ്. മൗനത്തിന് വിട നൽകി പ്രതികരിക്കാനും നന്മയുടെ അകക്കണ്ണ് തുറക്കുവാനും നേരം ഏറെ വൈകിയിരിക്കുന്നു. ഒരിക്കൽ കേരളത്തിലെ ഒരു പ്രമുഖ കലാലയത്തിൽ മാജിക് അവതരിപ്പിക്കുന്നതിനിടെ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു പെൺകുട്ടി മാജിക്കാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഓരോ മാജിക്കും ഓരോ സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നാറ്. സ്വപ്നങ്ങളിലല്ലേ എങ്കിൽ എന്നെ പോലുള്ള പെൺകുട്ടികൾ നന്മ വറ്റി വരളുന്ന ഈ ലോകത്തിൻ്റെ വേദനകളിൽ നിന്ന് സ്വതന്ത്രയാകുന്നത്. ഞാൻ ഇന്നും കാണാൻ കൊതിക്കുന്നതും സ്നേഹം വറ്റാത്ത ആ നന്മയുടെ ലോകമാണ്. നമ്മുടെയൊക്കെ കൊച്ചനുജത്തി അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്നെ അമ്പരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. നമുക്കിടയിൽ ജീവിക്കുമ്പോഴും സഹനങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങി നിശബ്ദമായി വിതുമ്പുന്ന പെൺമനസ്സുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന സമൂഹത്തിലെ നെറുകേടുകൾക്കെതിരെ ഇനിയെങ്കിലും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും നിശബ്ദമാക്കപ്പെടുന്ന നിലവിളികളിലേക്ക് നമ്മൾ കാതോർക്കേണ്ടതുണ്ട്. ഇന്ദ്രജാലവും കവിതയും നാടകവും ചലച്ചിത്രവും ഇഴചേരുന്ന ഷീ എന്ന മൾട്ടിമീഡിയ ദൃശ്യാവതരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൂക്കൾ ചിരിക്കും പോലെ നിഷ്കളങ്കമായി ചിരിക്കുന്ന പെൺകുട്ടി, കാരുണ്യത്തിൻ്റെ കടൽ കൊണ്ട് സ്നേഹവിസ്മയത്തിൻ്റെ പ്രകാശം പരത്തുന്നവൾ. പൂക്കളെയും പൂമ്പാറ്റകളെയും പാവക്കുട്ടികളെയും കളിക്കൂട്ടുകാരാക്കിയ കാലം കടക്കുമ്പോൾ നിറമുള്ള ദുപ്പട്ടകളും കിലുങ്ങുന്ന കുപ്പിവളകളും അവൾ കൊതിച്ചേക്കാം. നന്നായി പഠിച്ച് നല്ല ജോലി നേടി രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാൻ ഏതൊരു പെൺകുട്ടിയെയും പോലെ ഇവളും മോഹിക്കും. അവളുടെ ഓരോ ചിരിയിലും സ്വപ്നങ്ങളുടെ വസന്തമുണ്ടായിരുന്നു.
SHE she. മോളെ ഖദീജേ, മോളെ ഖദീജേ, നിക്കാനല്ലേ പറഞ്ഞത്? അതെന്താന്ന് ഞാനൊന്ന് കാണട്ടെ. ദേ, ഇങ്ങനെ ഓടിയാൽ എവിടെയെങ്കിലും തട്ടി വീഴും. പിന്നെ കരഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വരണ്ടാട്ടോ. മാനത്തോടെ പറന്നാലും മാന പോലെ പറഞ്ഞാലും എന്നെ പിടിക്കാൻ പറ്റൂല. സ്കൂളിന്ന് എന്റെ മോക്ക് കിട്ടിയ സമ്മാനം എന്താന്ന് ഞാനൊന്ന് കാണട്ടെ ഖദീജ. ഇതാണ് മാജിക്. മാജിക് അങ്കിള് തന്നതാ. ഇന്ന് സ്കൂളില് എന്തെല്ലാം മാജിക്കളാ കാട്ടിയതെന്ന് അറിയാവോ? ഉമ്മ അതൊന്നും കണ്ടില്ലാലോ. ചക്കര വാവ, അതൊന്ന് കാട്ട്. ശരി, റെഡി? 1 2 3. ഹായ്. ഹായ്, എത്ര പൂക്കളാ. ആ, ഇനി എൻ്റെ മോള് വേഗം കൈയും മുഖവും ഒക്കെ കഴുകി എന്തേലും വന്ന് കഴിക്ക്. കടലോളം നീ സ്വപ്നം കണ്ടാൽ ഒരു കൈക്കുമ്പിൾ കിട്ടിയിടാം. കുന്നോളം നീ സ്വപ്നം കണ്ടാൽ കുന്നിക്കുരുമണി കിട്ടിയിടാം. ഈ മാജിക് അങ്കിൾ എനിക്ക് ഗിഫ്റ്റ് തന്നത്. എന്ത് രസായിരുന്നറിയോ? സ്വപ്നം പോലെ ചന്തമുള്ള മാജിക്. മാജിക് തന്നെ ഒരു സ്വപ്നമോ? നമ്മൾ കൊതിക്കുന്നതൊക്കെ മുന്നിൽ വരുന്ന സ്വപ്നം.
മാജിക്കിലൂടെ സ്വപ്നങ്ങൾ കാണാൻ പറ്റുമോ? ഒരു കഥയില് പറഞ്ഞിരിക്കുന്നത് പറ്റുന്നാ. വെറുതെ പൊളോസ് പറയാതെ ഖദീജ. സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിൽ കാണുന്നതാ, അതെങ്ങനെയാ മാജിക്കിലൂടെ കാണുക? നമുക്കത് മാജിക് അങ്കിളിനോട് തന്നെ ചോദിക്കാം. ഓ, വീണ്ടും പൊളോസ്. എന്താ ഖദീജെ, ഇത് മാജിക് അങ്കിളിന്റെ ചിത്രമല്ലേ? ഇതിനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇഷ്ടമുള്ളവരെ വിളിച്ച മാജിക് അങ്കിള് വരും. നമ്മളെ കുട്ടികളെ വിളിച്ച എന്തായാലും വരും. കണ്ണും പൂട്ടി നല്ല മനസ്സോടെ പ്രാർത്ഥിച്ച് വിളിച്ചു. റെഡി, 1 2 3. മാജിക് അങ്കിൾ, മാജിക് അങ്കിൾ, പ്ലീസ് ഒന്ന് വരുമോ? ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാനാ. മാജിക് പോലെ സുന്ദരമായ സ്വപ്നങ്ങൾ. അങ്കിൾ, അങ്കിൾ, മാജിക്കിലൂടെ നമുക്കെല്ലാം സ്വപ്നങ്ങൾ കാണിച്ചു തരുമോ? പിന്നെന്താ, കാണിച്ചു തരാലോ, സ്വപ്നം പോലുള്ള മാജിക്. പക്ഷെ ഒരു കാര്യം, ഓരോ സ്വപ്നങ്ങളും ഓരോരുത്തരുടെയും സ്വന്തമാണ്. ഇതാ നോക്കിയേ, മോളുടെ മനസ്സിലെ സ്വപ്നങ്ങൾ മോക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഇനി നിങ്ങളിൽ ആരാ ആദ്യം സ്വപ്നം കാണുന്നത്? ഞാനാ അങ്കിൾ. ശരി, അങ്ങനെയാണെങ്കിൽ ആദ്യം ഖദീജ. കാണാം, നിങ്ങൾക്കും കാണാം സ്വപ്നങ്ങൾ. പക്ഷേ ഇപ്പോഴല്ല, പിന്നീട്. മാജിക് അങ്കിളുടെ സുന്ദരി കുട്ടിയൊക്കെ അങ്കിൾ എന്ത് സമ്മാനം തരേണ്ടത്? മാജിക് കാണിക്കാൻ പോവാ. ഇപ്പൊ ഇതിനകത്തൊന്നുമില്ലല്ലോ. നോക്കിക്കോണേ. ആ, ഇതാ വന്നു പൂവ്. ഇത് മോക്ക്. ഇനി നോക്കിക്കോണം. ഇത് അങ്കിളിന്റെ പാറുവിന്. ഇതാ വരുന്നു മൂന്നാമത്തെ പൂവ്. ഇത് ആൻസിക്കുട്ടിക്ക്. ആ, ഇതെന്റെ വർഷമോക്ക്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ. ബൈ. ഖദീജ, ഇനി മോൾ ഇവിടെ വന്നിരിക്കുക, സ്വപ്നങ്ങളുടെ ഈ വാതിൽപ്പടിയിൽ. ഖദീജ, അതിരുകളില്ലാതെ പറക്കുന്നവയാണ് സ്വപ്നങ്ങൾ. ഇനി മോളുടെ സ്വപ്നത്തെ അങ്കിൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരാം.
സ്വപ്നങ്ങൾ കണ്ട് ഭാവി ഭാരതത്തെ കരുപിടിപ്പിക്കാനാണ് അബ്ദുൽ കലാം അഗ്നിച്ചിറകുള്ള ചിന്തകളിലൂടെ ഭാരതത്തിലെ കുട്ടികളോട് പറഞ്ഞത്. അതുകൊണ്ട് സ്വപ്നങ്ങൾ കാണുക, നന്മയിലേക്ക് എത്തുന്ന സ്വപ്നങ്ങൾ. രാത്രി വിടരുന്ന നിശാഗന്ധി പൂക്കൾ പോലെ ഇരുട്ടിൽ വെളുത്ത് വിടരുന്ന സ്വപ്നങ്ങൾ. ശുഭയാത്ര. ടേക്ക് ഓഫ്. സ്വപ്നങ്ങളാ ഞാൻ കണ്ടത്. എനിക്ക് ഇനി സ്വപ്നങ്ങൾ കാണണം അങ്കിൾ. നന്മയുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ. ഒരു സ്വപ്നം മനസ്സിൻ്റെ തിരശീലയിൽ പലവട്ടം കണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ പ്രകൃതിയും ചുറ്റുപാടും ആ സ്വപ്ന സാഫല്യത്തിനായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ ഇടയബാലൻ്റെ കഥയിലൂടെ പൗലോ കൊയ്ലോ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഖദീജ, നീ നന്മകളെ സ്വപ്നം കാണുക. നല്ല കാലം നിന്നെ തേടി വരാതിരിക്കില്ല.
അങ്കിളിനാ. കുഞ്ഞുനാളിലെ ശീലത്തില് പുസ്തകത്തില് പെറ്റുപെരുകാൻ വെച്ചതാ. എവിടെ പെരുകാൻ. ആ, ഒരു നാള് എനിക്കും എൻ്റെ കൂട്ടുകാരികൾക്കും അങ്കിൾ ഇത് മാജിക്കിലൂടെ ഒരുപാട് മയിൽപ്പീലികളാക്കി തരണം. ദാ. തീർച്ചയായും ഒരു നാള് മോള് പഠിച്ച് വലിയ ആളായി വരുമ്പോൾ അങ്കിള് സ്നേഹത്തിൻ്റെ ഒരുപാട് മയിൽപ്പീലികൾ തരും. പോട്ടെ. ഖദീജ, ഇതാ, ഇത് മറക്കണ്ട. ആ, താങ്ക് യു അങ്കിൾ. ഇത് സച്ചിദാനന്ദൻ സാറിന്റെ പുതിയ കവിതയാ, മാജിക്. കാണട്ടെ. വാരികയിൽ വന്ന കവിത ഡാഡി എനിക്ക് വായിക്കാൻ തന്നപ്പോ മാജിക് ഇഷ്ടായതുകൊണ്ട് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വെച്ചതാ. വായിച്ചു കഴിഞ്ഞപ്പോ മനസ്സിനെന്തോ ഒരു വേദന. ആ, അങ്കിൾ ഇതൊന്ന് വായിച്ചു നോക്കണേ. ദാ, സ്കൂൾ ബസ് വന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ മാജിക് അങ്കിൾ. ബൈ. ബൈ. ബൈ ഖദീജ. സ്കൂളിൽ മാജിക്കുകാരൻ വന്ന ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചില ചീട്ടുവേലകൾ കാണിച്ച ശേഷം അയാൾ ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു. അയാൾ ചെയ്തതിൻ്റെ എല്ലാം രഹസ്യം വിളിച്ചു പറഞ്ഞ് അയാളുടെ ആണത്തത്തെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന ധൈര്യവതിയായ ഖദീജയാണ് മുന്നോട്ട് വന്നത്. മാജിക്. സ്കൂളിൽ മാജിക്കുകാരൻ വന്ന ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചില ചീട്ടുവേലകൾ കാണിച്ച ശേഷം അയാൾ ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു. അയാൾ ചെയ്തതിൻ്റെ എല്ലാം രഹസ്യം വിളിച്ചു പറഞ്ഞ് അയാളുടെ ആണത്തത്തെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന ധൈര്യവതിയായ ഖദീജയാണ് മുന്നോട്ട് വന്നത്. You are done. You have to meet with the end. You're gone. You're gone. You are gone. Yeah, you are gone. Yeah. You are gone. Gone. Go. നിങ്ങൾക്ക് എന്താ? അതിന് ജീവനൊന്നുമില്ല, വെറും പാവയാ. Who has got the courage? Come on to the stage. Welcome. Wow. What's your name? Khadija. Take your own position. Are you ready? Come up and lay down. Come up. അയാൾ അവളെ മേശപ്പുറത്ത് മലർത്തി കിടത്തി ഉടുപ്പുകൾ ഓരോന്നായി ഊരിയെറിഞ്ഞു. മാജിക് എന്ന് കരുതി ആരും ഒന്നും മിണ്ടിയില്ല. Let me lock you. Lay down towards me, this side. Let me lock that. That goes there. Let me lock the hands too. Look up. Yeah, same. Salam. Team. പിന്നീട് അയാൾ ഒരു സഞ്ചിയിൽ നിന്ന് നീണ്ട അറവുകത്തിയെടുത്തു. ഇവളെ ഞാൻ ഹൽവ പോലെ 4 മുറിക്കാൻ പോകുന്നു.
എല്ലാവർക്കും സമ്മതമല്ലേ? അയാൾ അധ്യാപകരോടും വിദ്യാർത്ഥികളോടുമായി ചോദിച്ചു. And with your permission, I am going to cut the girl. മാജിക് എന്ന് കരുതി ആരും എതിർത്തില്ല. ഞങ്ങൾ ശ്വാസം പിടിച്ചിരുന്നു. അയാൾ പതുക്കെ കത്തി താഴ്ത്തി. ഖദീജയുടെ ചോര നിലവിളിച്ചുകൊണ്ട് സ്കൂളിന്റെ തറയിൽ ഒഴുകി നടന്നു. മാജിക് എന്ന് കരുതി ആരും ചോര തുടച്ചില്ല. അയാൾ കത്തി തുടച്ച് ഇറങ്ങി നടന്ന ദൂരേക്ക് പോയി. മാജിക് എന്ന് കരുതി ആരും തടുത്തു നിർത്തിയില്ല. You how I am. ഖദീജ, 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 മോളെ, മോളെ, ഖദീജ. അയാൾ തിരിച്ചു വരാതായപ്പോൾ ഖദീജ ഞങ്ങൾ ഒന്നായി വിളിച്ചു. അവൾ വിളി കേട്ടു, പക്ഷെ കാണാനില്ലായിരുന്നു. ശബ്ദം വന്നത് അറബിക്കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നായിരുന്നു. പുസ്തകം തുറന്നു നോക്കിയപ്പോൾ കണ്ടു ഖദീജ ഒരു മാന്ത്രിക വിരിപ്പിൽ മയിൽപ്പീലികളും പൂക്കളും വിതറി പറന്നു നടക്കുന്നു. ചോരയൊലിക്കുന്ന ഡമാസ്കസിനു മീതെ, മരിച്ച ബാഗ്ദാദിനു മീതെ, ശ്വാസം മുട്ടുന്ന ടെഹ്റാനു മീതെ, നിലവിളിക്കുന്ന കൈറോയ്ക്കു മീതെ, ഗർജിക്കുന്ന ട്യൂണിസിനു മീതെ അവൾക്കൊപ്പം പറന്നു നടക്കുന്നു ഒരു തുമ്രി. ബാബുൽ മൊരാ നൈഹർ ഛൂട്ടോ ഹി ജായേ. കഥകളെപ്പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ സംഭവിക്കുന്ന പീഡനത്തിൻ്റെയും ദയാരാഹിത്യത്തിൻ്റെയും വാർത്തകൾ നമുക്ക് വാർത്തകളല്ലാതായിത്തീരുമ്പോൾ വർത്തമാനകാലത്തിൻ്റെ കൂരിരളിൽ നിന്ന് ഓരോ പെൺകുട്ടിയും സ്വപ്നങ്ങളിലൂടെയാണ് നന്മയെ തൊട്ടറിയുന്നത്. സച്ചിദാനന്ദൻ്റെ മാജിക് എന്ന കവിതയിലെ ഖദീജ എന്ന കഥാപാത്രവും നന്മയുടെ ഫാൻറ്റസിയിലേക്കാണ് പറന്നകന്നത്. സമൂഹത്തെ നിലനിർത്തേണ്ടുന്ന പെൺജീവിതങ്ങൾക്ക് സ്വന്തം ശരീരം പോലും ബാധ്യതയാകുന്നു എന്ന് സൗമ്യയുടെ വേർപാടും ജ്യോതി സിംഗ് പാണ്ഡെയുടെ കൂട്ടബലാത്സംഗത്തെ തുടർന്നുള്ള ദാരുണാന്ത്യവും സമൂഹത്തെ വിട്ടുമാറാത്ത നടുക്കത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. കിനാവിൻ്റെ പടിവാതിൽക്കലേക്ക് മണിമാരൻ വരുന്ന ദിനവും കാത്തിരുന്ന പെൺകുട്ടിയായിരുന്നു സൗമ്യ. ഇരുളിൽ അലിഞ്ഞുപോയ സന്ധ്യ പോലെ കേരളത്തിൻ്റെ നൊമ്പരമായ ആ കൊച്ചനുജത്തിയുടെ വേർപാടിൻ്റെ ദുരന്തം നമുക്കെങ്ങനെ മറക്കാനാകും? നന്മയ്ക്ക് മീതെ തിന്മ ആധിപത്യം പുലർത്തുന്ന കാലത്ത് ബസ് യാത്രയിലെ പ്രതീക്ഷാ ദൂരങ്ങളിലെത്താതെ
ജ്യോതി സിംഗ് പാണ്ഡെ എന്ന ഇന്ത്യൻ സഹോദരിയും ജീവിതത്തിൻ്റെ പാതിയാത്രയിൽ നിന്നും പിച്ചിച്ചീന്തി വലിച്ചെറിയപ്പെട്ടു. കവിതയിൽ നിന്നും പറന്നകന്ന ഖദീജ പിന്നെയും ഈ രംഗവേദിയിലെത്തുമ്പോൾ നമ്മൾ ഹൃദയാഹ്ലാദത്തോടെ തിരികെ വിളിച്ച് വരവേൽക്കുന്നത് സമൂഹത്തിൻ്റെ നെറുകേടുകൾക്ക് നേരെ ചുവടുറപ്പോടെ മുന്നേറേണ്ടുന്ന പെൺകരുത്തുകളെയാണ്. പ്രിയപ്പെട്ട ഖദീജ, നന്മ കൈമോശം വരാത്ത ഈ പ്രേക്ഷക മനസ്സാക്ഷിയുടെ ആശസ്സുകളോടെ പോവുക, മുന്നോട്ട് പോവുക. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്നെപ്പോലെ ഒരുപാട് പെൺജീവിതങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നും ഇരകളായി പെരുകുമ്പോൾ വേട്ടക്കാരൻ ഏത് ഇരുളിലാണ് പതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും ആവോളം പൊരുതാൻ ഞാൻ ഒരുക്കമാണ്. നന്മയ്ക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ ആദ്യ തോൽവികൾ ഏറ്റുവാങ്ങാനും പോരാളികൾ വേണമല്ലോ അങ്കിൾ. അന്ന് നിങ്ങൾ പറഞ്ഞു ആൺകുട്ടികൾക്കൊപ്പം ചുറ്റാൻ പോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന്. ഇന്നിവിടെ അമ്മയ്ക്കും അനുജനുമൊപ്പം പോയവൾ മരണത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അരുണ ഷാൻബാഗ്, who was raped in 1973 by a staff member. അന്ന് നിങ്ങൾ പറഞ്ഞു പൊട്ടിത്തെറിച്ച പെൺകുട്ടികളാണ് സിനിമ കാണാൻ പോകുന്നതെന്ന്. ഇന്നിതാ ആരാധനാലയത്തിൽ പോയവൾക്ക് സ്വന്തം മാനം കാക്കാൻ മരണത്തിലേക്ക് എടുത്തു ചാടേണ്ടി വന്നിരിക്കുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞു അസമയത്ത് ചുറ്റും നടക്കാൻ പെൺകുട്ടികൾക്കൊക്കെ എന്ത് കാര്യമെന്ന്. ഇന്നിതാ പകൽ വെളിച്ചത്തിൽ പഠിക്കാൻ പോയവളുടെ ജീവൻ കാമവെറിയന്മാർ പിച്ച് ചെയ്തിരിക്കുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞു 23 വയസ്സുള്ളവളെ കറങ്ങാൻ വിട്ട മാതാപിതാക്കളാണ് കുറ്റക്കാരെന്ന്. ഇന്ന് 14 വയസ്സുള്ളവളെ രക്ഷിക്കാൻ കഴിയാതെ ഒരമ്മ നീറി ജീവിക്കുന്നു. സൗമ്യ എന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന്. പുതിയ കാലത്തിന്റെ ആസക്തികളിൽ എന്നെ പോലുള്ള പെൺകുട്ടികളുടെ നിലവിളികൾ നിശബ്ദമാക്കാൻ മനസ്സിൽ തിന്മയുള്ളവർക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ സ്ത്രീ എന്ന തീജ്വാല കെടുത്താൻ അവർക്കാകില്ല. നേരിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അണയാത്ത അഗ്നിപർവ്വതം പോലെ അവൾ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. മനസാക്ഷിയില്ലാത്തവർക്ക് സ്ത്രീയെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. കെട്ടകാലമേ, സ്വസ്ഥമായ സ്ത്രീ ജീവിതം തല്ലി തകർക്കുന്ന ഭ്രൂണഹത്യകളും പീഡനങ്ങളും ഏതിരുളിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ജീവിത മൂല്യങ്ങൾ മറന്ന് സ്ത്രീയെ അപമാനിക്കുന്നവരെ, അതാണ് ആണത്തമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആ ആൺ പോരിമയെ ഞങ്ങൾക്ക് വെറുപ്പാണ്. അങ്ങനെ ആണത്തമുള്ള മക്കൾ ഒരമ്മയുടെ വയറ്റിലും ജനിക്കാതെ പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതികേടുകൾക്കെതിരെ പൊരുതി മുന്നേറാൻ കാത്തിരിക്കുന്ന കാലമേ, ഇവൾ ഇവിടെ തന്നെ ഉണ്ടാകും. കാരുണ്യവും നന്മയും കാക്കുന്നവരുടെ സഹോദരിയായി, കാമുകിയായി, അമ്മയായി, അമ്മൂമ്മയായി, സ്നേഹം കത്തുന്ന സ്ത്രീയായി, ഈ ഭൂമിയിലെ പച്ചപ്പും ജീവനും ഇനിയും എന്നിൽ വളരും. ഇനിയും. പരിണാമദശയിലെ മൃഗതൃഷ്ണകളിൽ നിന്നും അറിവ് നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്തു നിന്നും വിദ്യാഭ്യാസ നവോത്ഥാനത്തിലേക്കും അവിടെ നിന്നും
ഇന്റർനെറ്റ് യുഗത്തിലേക്കുമുള്ള പ്രയാണത്തിൽ മനുഷ്യൻ പലതും വെട്ടിപ്പിടിച്ചു. പക്ഷേ ഇന്ന് നഷ്ടപ്പെടുന്നത് ഒരിക്കലും പരിക്കേൽക്കാൻ പാടില്ലാത്ത ജീവിതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളാണ്. സംരക്ഷിക്കേണ്ടവർ വേട്ടക്കാരും സ്ത്രീത്വം ഇരയുമാകുന്നിടത്ത് മനുഷ്യർ പരിണാമദശയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഭാരത സ്ത്രീയുടെ ആത്മാഭിമാനവും അസ്തിത്വവും അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ പ്രതികരിക്കേണ്ടത് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹമാണ്, നമ്മളാണ്. നമുക്കൊത്തുചേർന്ന് പ്രത്യാശയുടെ, നന്മയുടെ ഒരു പുത്തൻ പുലരിയെ വരവേൽക്കാം.